ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട് മസാലയാണ്. ഈ ബീട്രൂട്ട് മസാല എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ നമ്മൾ പോയിട്ട് പൂരിയുടെ കൂടെയും മസാല ദോശയുടെ കൂടെയും ഒക്കെ തരുന്ന മസാലയിലെ ആ മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും എൻ്റെ ഒരു അറിവിൽ ബീട്രൂട്ട് മസാല ഈ ഒരു മസാല നമുക്ക് തരുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിന് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോളയും ഒരു ചെറിയ സവോളയുടെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷേ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മുതൽ 4 വരെ പച്ചമുളകാണ്. അപ്പം എൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ മസാല അത്ര സ്പൈസി ആയിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതായത് ബീട്രൂട്ടും, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പകുതി ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ബീട്രൂട്ട് 1.5 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലേത് ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് 1.5 ബീട്രൂട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ടിന് വേവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട്, ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്, ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബീട്രൂട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയുമാണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള മസാലയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ക്യാരറ്റ് ഓപ്ഷണലായിട്ട് ചേർത്തതാണ്. എനിക്ക് ക്യാരറ്റ് ഈ കറിയിൽ ഇഷ്ടമായതുകൊണ്ട് ചേർത്തതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇനി ഇതിലേക്കാണെങ്കിൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 3 പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. പൊട്ടറ്റോ ഓൾറെഡി വെന്തതാണെങ്കിൽ ഈ മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയുന്നത്. പൊട്ടറ്റോയും ബീട്രൂട്ടും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി. അപ്പം ഈ പൊട്ടറ്റോ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ സ്മാഷ് ചെയ്യേണ്ട, പക്ഷേ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം, പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം നല്ല മിക്സായൊരു മസാലയായിട്ടല്ലേ നമുക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നമ്മൾ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എരിവാണെങ്കിൽ ഞാൻ ഒരല്പം എരി പോലും ഇതിലേക്ക് ഇട്ടിട്ടില്ല. കാരണം ഒട്ടും സ്പൈസി ആകാത്തൊരു മസാലയായിട്ടാണ് നമ്മളിത് കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടിയൊക്കെ ഈ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒട്ടും സ്പൈസി അല്ലാത്ത രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ലഭിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് മസാലയിലെ ആ മസാല ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇത്രയും കുഴഞ്ഞ രീതിയിൽ മതി, ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ഇതെടുക്കുന്നത്. അപ്പം ബീട്രൂട്ടും നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അല്പം മല്ലിയിലയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.